ഞാനും തൊമ്മനും കൂടെ ഇപ്പോൾ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. കുളത്തിൽ ഇറങ്ങുന്നത് എന്തിനാണെന്ന് കാണിച്ചു തരാം. ഇതൊരു ഫിഷിംഗ് റീലാണ്. ഇതിന്റെ വില 7800 രൂപയാണ് കേട്ടോ. ഇത് ഡൈവേയുടെ തന്നെ ഫാൻറ്റം പവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷിംഗ് റോഡാണ്. ഇതിന്റെ വില 4550 രൂപയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 780 രൂപയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ചൂണ്ടിടാൻ പോകുന്നത് ആക്ച്വലി തപ്പ് കണക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ്. അതുകൂടാതെ 7 പേർക്ക് 1000 രൂപ വിലയുള്ള ആമസോൺ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗീവ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് അറിയണ്ടേ? ജിനോച്ചൻ അറിയണ്ടേ? അത് പറഞ്ഞുതരാം. ജിനോച്ചൻ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ? ട്രേഡിംഗ് ചെയ്തിട്ടില്ല. അതിന് ട്രേഡിംഗ് ചെയ്യാതെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വന്നാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ട്രേഡിംഗ് ചെയ്യാതെ. ഇത് കണ്ടോ, എന്റെ സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്സ്റ്റോക്സ്. അപ്സ്റ്റോക്സോ അതെന്താ? അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി സേഫസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതെങ്ങനെ സേഫ് ആണെന്ന് പറയുന്നത്? കാരണം ഇതുപോലത്തെ ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. അപ്സ്റ്റോക്സിനെ ബാക്കപ്പ് ചെയ്യുന്ന രത്തൻ ടാറ്റയാണ്. അപ്പോൾ രത്തൻ ടാറ്റയെ പോലെ ഒരു വലിയൊരു ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഷെയർസ് മേടിക്കാനായിട്ട് അതുപോലെ തന്നെ വിൽക്കാനും പറ്റും. അത് മാത്രമല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെറും 100 രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാ ട്രേഡിംഗ് എങ്ങനെ ചെയ്യുന്നത്? ഇതിനകത്ത് ട്രേഡിംഗ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ട ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് വേണ്ട 2 ഡോക്യുമെന്റ്സ് നമ്മുടെ പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും. ജിനോച്ചിനെ പോലെയുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിംഗ് ടൂൾസ് ആയിട്ട് ഏകദേശം 100+ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും. അത് മാത്രമല്ല ഡെലിവറി ട്രേഡിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. സാധാരണ ഈ ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എന്തെങ്കിലും ഫീ ഒക്കെ ഉണ്ടെന്ന്? കാരണം ഞാൻ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് വന്നത്. അതാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. പക്ഷേ അത് വളരെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഡിമാർട്ട് അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൂടാതെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഈ ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓഫേഴ്സ് എല്ലാം പുതിയതായിട്ട് തുടങ്ങുന്ന ട്രേഡേഴ്സിന് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഞാൻ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്ന് അപ്സ്റ്റോക്സിൽ ഒരു ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ഫ്രീ ആണ്. അതിനുശേഷം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഒരു ഫിഷിംഗ് കോംബോ നമ്മൾ തരുന്നതാണ്. അതിന്റെ ടോട്ടൽ പ്രൈസ് 13,000 രൂപയാണ്. അതുകൂടാതെ 7 പേർക്ക് 1000 രൂപ വിലയുള്ള ആമസോൺ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആമസോണിൽ എന്ത് വേണം മേടിക്കാം. ആമസോൺ വൗച്ചർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗീവ് അവേ പങ്കെടുക്കുക. ഗീവ് അവേ പങ്കെടുക്കാനായിട്ട് ഒന്നും കൂടെ പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂട്ടത്തിൽ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണേ. ഞാൻ ഇറങ്ങുമ്പോൾ തൊമ്മന്റെ റിയാക്ഷൻ എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. കുളത്തിലിറങ്ങാൻ പോവാ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലാവേ. നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. തൊമ്മൻ പേടിച്ചു പോയി. തൊമ്മൻ പേടിച്ചു പോയി കേട്ടോ. ഇനി ഞാൻ കാര്യം പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഫുള്ള് കോഴിക്കാർപ്പാണ്. എൻ്റെ അടുത്തൂടെ ഫുള്ള് ഗോൾഡ് വിഷൻ കോഴിക്കാർപ്പൊക്കെ ഉണ്ട്. ഇത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു കുളത്തിന്റെ അടിവശം ഒന്ന് കാണിച്ചു തരാം. വെള്ളം അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ കുളത്തിന്റെ അടിവശം കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളെ ഇന്നുണ്ടല്ലോ ഈ കൂട് മൊത്തം കിളിക്കൂട് മൊത്തം നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ സെറ്റപ്പുകളും കാണിച്ചു തരാം. കോഴിക്കാർപ്പിനെ അണ്ടർ വാട്ടർ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളിന്ന് ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ പോവാണ്. ഇതിന്റെ കാലിലൊക്കെ ഒന്ന് കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് വെക്കുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080 60 frames per second വൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ റെക്കോർഡിംഗ് ആണ്, ഗോപ്രോ റെക്കോർഡിംഗ് ആണ്. ഞാൻ ക്യാമറ മുക്കാൻ വേണ്ടി പോകണം. മുക്കിയിട്ട് നമുക്ക് ഇതിലെല്ലാം കൊണ്ടുവരണം. ഞാൻ മീനിനെ ഫുള്ള് കാണിച്ചു തരാം. ഞാൻ 2 മിനിറ്റ് ഇവിടെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ പോവാണ്. സ്റ്റില്ലായിട്ട് നിന്നിട്ട് നമ്മുടെ തൊട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നമുക്ക് തീറ്റിടാം. അപ്പോൾ എല്ലാവരും ഇവിടെ വരും കേട്ടോളൂ. എല്ലാവരും ഉണ്ട്. എൻ്റെ ക്യാമറയിലൊക്കെ ഒന്ന് മുട്ടിയിട്ട് പോകുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ കാലിലൊക്കെ കടിക്കുന്നുണ്ട്. ഇവന്മാരെല്ലാവരും എൻ്റെ കാലേ കടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിലൊക്കെ ഒന്ന് കടിക്കുന്നു. കാലെ ഫുള്ള് കടിക്കുവാണ് കേട്ടോ. കാലെ ഫുള്ള് കടിക്കുന്നുണ്ട്. അടിപൊളി. ഒരു സ്വല്പം കൂടി ഇടാം, ഒരു ഇച്ചിരി. ഇത് കണ്ടോ, ദേഹത്തൊക്കെ കടിക്കുവാണ് കേട്ടോ. തീറ്റ ഇരിച്ചിട്ട് എടുക്കട്ടെ. തീറ്റ അണ്ടർ വാട്ടർ വെച്ചാൽ മതി. മരം അറിയാം. ഓ അടിപൊളി. ഞാൻ ഇമാരെ കുറച്ച് വീഡിയോ എടുക്കട്ടെ.
ഫൈറ്റർ എവിടെ ഫൈറ്റർ? കാണിച്ചില്ല കണ്ടല്ലോ കണ്ടല്ലോ അല്ലേ? ഇത് കണ്ടോ നമ്മുടെ ഗോൾഡ് ഫിഷ്. ഇതിന് നമ്മൾ മേടിച്ചത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ 70 ഗോൾഡ് ഫിഷിനെ, ഒരു അക്വേറിയത്തിലെ മുഴുവൻ ഗോൾഡ് ഫിഷിനെ മേടിച്ചായിരുന്നു. ഒരെണ്ണം പോലും ചത്തുപോയില്ല, എല്ലാവരും സേഫ് ആയിട്ട്. കാര്യം ഇത്രയും വലിയ വെള്ളം ആയതുകൊണ്ടുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്, കാണിച്ചിരാവേ. ഇത് കണ്ടോ, നമ്മുടെ ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു, കോഴിക്കാർപ്പ് എല്ലാം കൂടെ ഗോൾഡ് ഫിഷിൻ്റെ കണ്ണെല്ലാം കൂടെ കുത്തിക്കളയും, ഗോൾഡ് ഫിഷ് ഒന്നും പിന്നെ കണ്ണ് കാണത്തില്ല എന്നൊക്കെ. ഇന്ന് കണ്ണ് കാണിച്ചു കൊടുത്താൽ നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. ഇവൻ്റെ കണ്ണ് രണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ കണ്ണ് കാണിച്ചടാ, ഇപ്പുറത്തെ കണ്ണുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ കുളത്തിനകത്ത് ബ്രീഡിംഗ് ബോക്സും അതുപോലെ ലവ് ബേർഡ്സിനുള്ള ബ്രീഡ് ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് നേരെ അത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ കടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്, കാർ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് കാറിന് വരായിരുന്നു, കൊണ്ടുപോകാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ബൈക്കിന് തന്നെ കൊണ്ടുപോകേണ്ടി വരും. കുഞ്ഞപ്പം പറയിരിപ്പുണ്ട്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ കട. നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ചേട്ടാ ലവ് ബേർഡ്സിൻ്റെ കൂട്ടി വെക്കാൻ പറ്റുന്ന ചട്ടിയുണ്ടോ? അതൊരു 10 തന്നേക്കെ. അതിനെങ്ങനെ വില എങ്ങനെയാണ്? 35. ഒന്ന് കാണിക്കാമോ അത്? ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ സാമ്പിൾ, 35 രൂപയെന്നാണ് പറഞ്ഞത്. ഇത് തുളയിട്ട് വരുന്ന ഓൾറെഡി. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എടുത്ത് വെക്കാനായിട്ട്. നമ്മുടെ മറ്റേ ഫിഞ്ചസിനൊക്കെ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല ഫിഞ്ചസിന് പറ്റുമെന്ന്. ഇതാണെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനകത്ത് കുഞ്ഞ് താഴെ പോകാനായിട്ട് ഇച്ചിരി എളുപ്പമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കും കേട്ടോ. മീനച്ചിലാറിൻ്റെ തന്നെ ഞാൻ ഇതുവരെ ചൂണ്ടാൻ വരാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ വീടിനടുത്ത് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ ഇതുവരെ നമ്മളിവിടെ ചൂണ്ടാൻ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ചൂണ്ടാക്കാരുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കല്ലെടുത്ത് വെച്ചേക്കുന്നു, ഇത്ര ഭാഗം തെളിച്ചിട്ടിരിക്കുന്നു. ഇത് അവിടെ ഒരു മീൻ പറഞ്ഞു, വാഗ പറഞ്ഞു കേട്ടോ. കിളിക്കൂടിൻ്റെ പണി തീർത്താൽ ഉടനെ നമ്മൾ ഫിഷിംഗ് ആണ് കേട്ടോ. ഇത് 10 അല്ലേ ഏട്ടാ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 12 എണ്ണം അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക്സ് ഏട്ടാ. നീ ഇത് എങ്ങനെ പിടിച്ചോണ്ടിരിക്കൂടാ? സേഫാണോ? കുഴപ്പമില്ല. കുഞ്ഞപ്പൻ ഒരു വിധത്തിൽ പിടിച്ചിരിക്കുവാണ് കേട്ടോ. അമ്മി 10 എണ്ണം. ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതുണ്ടോ, നമ്മൾ പണ്ട് വെച്ചോണ്ട് നമ്മൾ തന്നെ മേടിച്ച് തുളയ്ക്കുമല്ലായിരുന്നു. ഇതിപ്പോൾ തുളയിട്ട് വരുന്ന എളുപ്പമുണ്ട്, മേളിൽ കെട്ടി അങ്ങ് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മേടിക്കാനുള്ള ബ്രീഡിംഗ് ബോക്സ് ആണ്. ബ്രീഡിംഗ് ബോക്സ് ഈ പറഞ്ഞ പോലെ നമുക്കൊരു 6 എണ്ണം മേടിക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബ്രീഡിംഗ് ബോക്സ് മേടിക്കുമ്പോഴേക്കും എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ആ ചേട്ടന്മാരോടൊന്ന് ചോദിക്കാം ഇതെങ്ങനെയാണ്. അപ്പോൾ നമ്മളിതേ ബോക്സ് ഇതാണ് കേട്ടോ. ഇത് ഏകദേശം 5 എണ്ണം ഉണ്ട്. കാരണം നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനും കോക്കറ്റൈലിനും മാത്രമേ ഇത് ആവശ്യമുള്ളൂ. ഇതൊക്കെ എന്തിൻ്റെ ബോക്സ് ആയിട്ട്? കോക്കറ്റൈൽ. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര ബോക്സ് ഏകദേശം വേണം? 4 സ്മോൾ സൈസിലെ ബോക്സും വേണം, ഒരു കോക്കറ്റൈലിൻ്റെ ബോക്സ്. അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? അത് വരുമ്പോൾ 250 ആഫ്രിക്കൻ്റെ. ഇത് 400 രൂപ. ഒരു ഔട്ട് വയ്ക്കട്ടെ. നമ്മൾ ഈ കലം വെക്കുന്നത് ബോക്സ് നമ്മൾ വ്യത്യാസമുണ്ടോ? ചൂട് കാലത്ത് ഓക്കെയാണ് കലം, അത് തണുപ്പ് കൊടുക്കും. പക്ഷെ തണുപ്പ് കാലത്ത് അത് പ്രശ്നമാണ്. അതിൽ നല്ല ബോക്സ് ആയിരിക്കും. ബോക്സ് ആകുമ്പോൾ ഏത് സമയത്താണ്? ഏത് ക്ലൈമറ്റിനും കറക്റ്റ് ആയിട്ട് ആണല്ലേ. ഈ ഒരു ബോക്സ് ഇതിനകത്ത് നമ്മൾ ഡയമണ്ടോ കൂട് കൊടുക്കത്തില്ല, പുറത്തായിരിക്കും. അത് അതിന് ഓപ്പൺ എയർ ആണ്. അത് ഫ്ലോറിലായിരിക്കും, ഏതെങ്കിലും ഒരു ഓപ്പൺ എയറിൽ ഒരു തട്ട് പോലെയുള്ള സ്ഥലത്തായിരിക്കും. അങ്ങനെ കൂട് കൂട്ടി, അങ്ങനെ ഈ കാക്കക്കൂട് പോലെ ഇല്ല, അതുപോലെ കൂട്ടി. നമ്മുടെ പ്രാവിന്റെ ഒരു അത് തന്നെ പ്രാവിന്റെ. അങ്ങനെ നമ്മുടെ കാര്യം നമുക്ക് ഇത് 2 എടുക്കാം. ഇതെല്ലാം കൂടെ 1600 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഇത് വണ്ടിയിൽ കയറ്റേണ്ടതാണ്. നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ചട്ടികളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടികളുടെ മേളിൽ കവർ ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പോൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചിരട്ട എടുത്ത് വെക്കുവാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. ഇത് കണ്ടോ, ഇത് കറക്റ്റ് ആണ്, സ്ഥലമുണ്ട്. അപ്പം നമുക്ക് ഒരു ചെരിച്ച് വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരട്ടയിൽ തുളയിടാൻ വേണ്ടി പോവാണേ. ഇത് കണ്ടോ, ചിരട്ട എടുത്ത് ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ ഒരു തുള ഇട്ടിട്ടുണ്ട്, ഇനി ഒരെണ്ണം കൂടി ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നമ്മൾ ഒരു വലിയ തുള ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ഇതിലമ്പഴി കയറ്റുക. ചിരട്ട കണ്ടോ, ചിരട്ടയ്ക്കകത്തുണ്ടേ ഇതിലമ്പഴി കയറ്റുക. അതിനുശേഷം ഇതിനെ ഇതിലമ്പഴി എടുക്കുക. അതിനുശേഷം നമ്മളിത് വയർ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ, എനിക്ക് തോന്നുന്നത് 12 ചട്ടിയുണ്ട്. നമുക്ക് എല്ലാത്തിലും ഇതുപോലെ തുളയിടണം, ചിരട്ട ഇടണം. ഓക്കെ. ഇതിന് മേളിൽ നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുണ്ടോ, ഇത് ഓൾറെഡി കവേർഡ് ആണ്. നമുക്ക് ഇവിടെ ഒരു തുള ഇട്ട് നോക്കാം. ഇത് പൊട്ടുമെന്ന് അറിയത്തില്ല. പൊട്ടുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്ലൂപ്പറിൽ കാണാം കേട്ടോ.
പൊട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിയെല്ലാം തുളയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ട തുളയിടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിരട്ടയിലെല്ലാം തുളയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വയറിട്ട് എല്ലാം കെട്ടണം കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ചിരട്ടയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് കെട്ടി തൂക്കിയിടാം. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ കമ്പി കയറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ഇട്ട് നമ്മൾ കമ്പി അങ്ങ് വളയ്ക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ പുറകിൽ നമ്മൾ ഇവിടെ 2 തുളയിടും. ആ തുളയ്ക്കകത്തേക്ക് നമ്മളിത് നമ്മുടെ ഇത് കയറ്റി വെക്കും. അയ്യോ, അങ്ങനെ ഓൾ സെറ്റ്. അങ്ങനെ നമ്മുടെ ബ്രീഡിംഗ് കേജുകളും ചട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിനെല്ലാം കൊണ്ട് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. അതെ, തൊമ്മനും ഉണ്ട് കേട്ടോ. തൊമ്മനുള്ള കൂട് വെക്കാൻ മാത്രമായില്ല, തൊമ്മന് പേരനെയൊക്കെ നമ്മൾ മേടിക്കണം. ആദ്യമേ നമുക്ക് ബോക്സ് വെക്കാം. ഇതാകുമ്പോൾ എളുപ്പമുണ്ട് വെക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ഷീറ്റ് ആണ് കേട്ടോ. അതാകുമ്പോഴേക്കും മഴ നനയത്തും ഇല്ല, എന്നാൽ വെട്ടം കയറുകയും ചെയ്യും, ചെടിയൊക്കെ വളരുകയും ചെയ്യും. അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെക്കുന്നത്. തൊമ്മൻ പറന്നു പോയിട്ടുണ്ട്. കിളികളെല്ലാം ഇതിനിടയ്ക്കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി പൊക്കത്തിൽ വെക്കുന്നില്ല, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലാണ് നമ്മൾ വെക്കുന്നത്. ഇത്രയും കാര്യമുള്ളൂ. ഇത് വളരെ എളുപ്പമാണ് വെക്കാനായിട്ട്. ഇവിടെ ഒരാൾ ഇരിക്കുന്ന കേട്ടോ, നമ്മുടെ പോത്തനോട് ഇരിപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ ഒരു ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പം സ്കിൻ പൊളിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ തൊലി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളി ദേ പകുതി തൊലിയൊക്കെ പൊളിഞ്ഞ് കളറൊക്കെ പോയിരിപ്പുണ്ട്. ഇനി നമ്മളിതേ നമ്മുടെ ചട്ടിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു സൈഡ് മാത്രം സെറ്റ് ചെയ്യുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കൂട് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, അത് എന്നാണെന്ന് അറിയത്തില്ല, നമ്മൾ ഉടനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മാറ്റേണ്ടി വരത്തില്ല. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്കും നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫുള്ള് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സൈഡ് മാത്രം വെക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഇതാണ് കേട്ടോ. ഇതാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചുമ്മാ കെട്ടി തൂക്കിയിടാം. ഇത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ഇത് കണ്ടല്ലോ, നമ്മളെല്ലാ കൂടുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 കൂട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ 2 ഓപ്പണിങ് അങ്ങോട്ടേക്കാണ്. നമ്മൾ അവിടെ നോക്കുമ്പോഴേക്കും നന്നായിട്ട് കിളികളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിയുള്ള ചട്ടികളെല്ലാം ഇവിടെയാണ്. ബ്രീഡിംഗ് ബോക്സുകളെല്ലാം നമ്മൾ ഏകദേശം ഒരേ ലെവലിലാണ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കയറി നിന്ന് നോക്കിയാൽ കാണാനും പറ്റും, എല്ലാം പറ്റും. പിന്നെ മഴ പെയ്യത്തുമില്ല, ഒട്ടും നനയത്തുമില്ല. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാണ്. പപ്പ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പപ്പ ബാക്കി പുറകിൽ നിന്ന് കമ്പിയെല്ലാം നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് മിച്ചമുള്ള പീസ് കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ എന്താണെങ്കിലും ജിനോദാ, ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ഗീവ് അവേയുടെ കാര്യങ്ങൾ അറിയാനായിട്ടും അതുപോലെ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു പ്രോഡക്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സാധനം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഡൈവയുടെ BG4000 റീലാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഗീവ് അവേ തരുന്ന റീൽ. ഞാൻ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഫിഷിംഗുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് കിട്ടുവാണെങ്കിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, ഈ സൈഡ് പിടിച്ചുകൊണ്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഒന്നും നോബ് ഊരി പോകത്തില്ല കേട്ടോ. നമ്മൾ ഈ സൈഡ് ഊരേണ്ട ആവശ്യമില്ല. ഇതിന്റെ വില 7800 രൂപയാണ്. എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഞാൻ ഉപയോഗിക്കുന്ന റീലിന് പോലും ഇത്ര വിലയില്ല. ഞാൻ ഉപയോഗിക്കുന്ന റീലിന്റെ വില 5000 രൂപയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല സാധനം തരും. ഈ റീലിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കടലിലും കായലിലും പുഴയിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം.
അത്യാവശ്യം ഹെവി ഗെയിമിന് പറ്റിയ സാധനമാണ് കേട്ടോ. റോഡ് ഇതാണ് ഡൈവയുടെ ഫാൻറ്റം പവർ എന്ന് പറഞ്ഞിട്ട് 7 feet റോഡാണ്. അത്യാവശ്യം എല്ലാ പർപ്പസിനും പറ്റും. നിങ്ങൾക്ക് നല്ല വലിയ മീനൊക്കെ പിടിക്കാം, ഒരു കുഴപ്പമില്ല, ഓടിക്കൊന്നും പോകത്തില്ല. ഇതിന്റെ വില 4500 രൂപയാണ്. ഇനി ഞാനിതൊന്ന് വെച്ച് കാണിക്കാവേ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിന്റെ കൂടുതൽ നമ്മൾ തരുന്നത് ചേസ് ബെയ്റ്റിന്റെ ഒരു ലൂറാണ് കേട്ടോ. ഇതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഭയങ്കര ഹൈ ആണ്. കറു പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ലൂറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 120 ആണ് തരുന്നത്. 120 എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ ഹുക്ക് നല്ല വലിയ ഹുക്കാണ്. അപ്പോൾ കറു പഠിച്ചാലും വളഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം തരുന്നത് ഫസ്റ്റ് പ്രൈസിനാണ് കേട്ടോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ റോഡ് മാത്രം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, റീല് മാത്രം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കിട്ടുന്ന ആൾക്ക് ഇതിന്റെ റീലോ റോഡോ സെപ്പറേറ്റ് പിന്നെ മേടിക്കേണ്ടി വരും. അത് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരുമിച്ച് തരുവാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടാനായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഒരു സെന്റൻസിൽ നമ്മുടെ ചാനലിനടി കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിനാണ് ഫസ്റ്റ് പ്രൈസ്. കമന്റ് ചെയ്യുന്നതിന്റെ കൂടുതൽ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ വെക്കുക. ഇനി പെൺകുട്ടികളൊക്കെയാണ് കമന്റ് ചെയ്യുന്നതെങ്കിൽ ഫോൺ നമ്പർ വെക്കേണ്ട ആവശ്യമില്ല, ഇമെയിൽ ഐ ഡി വെക്കുക. 1 week ആയിരിക്കും നമ്മൾ ഈ കോൺടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പം അടുത്ത ചൊവ്വാഴ്ചത്തെ വീഡിയോയിലാണ് നമ്മൾ ഗീവ് അവേ കിട്ടിയ ആളെ അനൗൺസ് ചെയ്യുന്നത്. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എഡിറ്റഡ് കമന്റ്സ് അലൗഡ് അല്ല. നിങ്ങളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമന്റ് എഡിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ കമന്റ് ഇടാം, പക്ഷെ ഒരിക്കലും എഡിറ്റഡ് കമന്റ് ഇടാൻ പാടില്ല. ഇതുകൂടാതെ 7000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ 7 പേർക്കാണ് കൊടുക്കുന്നത്. ആമസോൺ വൗച്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാം. ഈ ഫിഷിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ആമസോണിൽ പോയി മേടിക്കാം. അപ്പം അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റാൻഡം ആയിട്ടായിരിക്കും. നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ 7 പേരെ സെലക്ട് ചെയ്യും. അത് വളരെ ജെന്യുവൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. അതിന്റെ വീഡിയോ എടുത്ത് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ഫ്രീ ആണ്. അതിനുശേഷം നിങ്ങൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൂടുതലുണ്ടല്ലോ നമ്മുടെ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇല്ല തൊമ്മ